ശ്രീ രാജേഷ്, ഈ കാട്ടാനെ ആക്രമിച്ചതും കൊലപാതകവും തമ്മിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി മനസ്സിലാകും. അപ്പോൾ കാട്ടാനയുടെ ആക്രമണ രീതിയല്ല ഈ സ്ത്രീയിൽ കാണുന്നത്, സീതയിൽ കാണുന്നത് എന്നാണ്. DFO കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? അതായത് ഈ സീതയുടേത് കാട്ടാന ചവിട്ടിയുള്ള ആക്രമണമല്ല, മരണമല്ല, ഇത് കൊലപാതകമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം. അതെ, ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഈ മരിച്ച സീതയുടെ ശരീരത്തില് അങ്ങനെ ഒരു കാട്ടാനാക്രമണത്തിന്റെ യാതൊരുവിധ പരിക്കുകളും സാധാരണ ഗതിയിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള യാതൊരുവിധ പരിക്കുകളും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ തുടർന്നും പിന്നെ ഈ ഇവരുടെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന ശ്രീ ബിനു എന്ന് പറയുന്ന ആള്, അയാളുടെ മുൻപ് വനംവകുപ്പിന്റെ തന്നെ ഈ ഫയർ വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഇത് പ്രകാരം അദ്ദേഹത്തെയും ആനയെടുത്ത് എറിഞ്ഞിരുന്നു എന്നാ പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യത്തിൽ സാറിന് ആനയെടുത്ത് എറിയുന്ന ഒരാളുടെ ദേഹത്തുണ്ടായിരുന്ന ഒരു പരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കാര്യത്തിൽ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജീവനക്കാരോട് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധിക്കാനായിട്ട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അത് പ്രകാരം ഇന്നലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എക്സ്റേ അടക്കമുള്ള പരിശോധന നടത്തിയതിൽ ഈ യാതൊരു പരിക്കുകളും ഈ പറയുന്ന ബിനുവിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് നമുക്ക് സംശയങ്ങൾക്ക് ഇടകൂട്ടി ഇന്നലെ രാത്രി തന്നെ ഞാൻ പോലീസിനോട് ഈ പറയുന്ന കാര്യങ്ങൾ ഇൻക്വസ്റ്റിന് മുമ്പ് തന്നെ പീരുമേട് ഡിവൈഎസ്പിയോട് ഈ കാര്യം ഞാൻ അറിയിച്ചിരുന്നു. വിശദമായ ഇൻക്വസ്റ്റ് വേണമെന്നും അക്കാര്യം പോസ്റ്റ്മോർട്ടം പരിശോധിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം ഇന്നലെ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ തന്നെ ദേഹത്ത് കണ്ട പരിക്കുകളൊന്നും തന്നെ, ആകെ ഉണ്ടായിരുന്നത് തലയിൽ ഉണ്ടായിട്ടുള്ള ഒരു മുറിവെന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ഡോക്ടർ കയറുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യം ഒരു സംശയരൂപേണ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഡോക്ടറും ആ ഒരു നിലപാടിലായിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സംശയങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം തെളിവുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഈ ഇൻക്വസ്റ്റിൽ തന്നെ ബോധ്യമാകുന്ന കാര്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് അത് തിരിച്ചറിയാം. അതാണ് താങ്കൾ ശ്രീ രാജേഷ് അവിടെ പോലീസിനോട് സൂചിപ്പിച്ചത്. ഈ വനത്തിനുള്ളിൽ പിടിവലി നടന്നതിൻ്റെയും ഇങ്ങനൊരു അക്രമം നടന്നതിൻ്റെയും ഒക്കെ സൂചനകൾ ഉണ്ടായിരുന്നു. വനത്തിനുള്ളിൽ ഇതുപോലെ ഒരു ആന വന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ തന്നെ ഏകദേശം ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ മറ്റ് ഈ ശക്തമായ മഴയുള്ളതിനാൽ മറ്റ് ലക്ഷണങ്ങളൊന്നും നമുക്ക് അങ്ങനെ പ്രത്യക്ഷത്തിൽ കിട്ടുന്ന ഒരു രീതിയിലല്ലായിരുന്നു. അപ്പൊ മാത്രമല്ല, നമ്മൾ അന്നേരം ഈ എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു രീതിയിൽ ജീവനക്കാർ, കാരണം ഇത് 2 കിലോമീറ്റർ വനത്തിനുള്ളിൽ നടന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയിൽ പോയ ജീവനക്കാർ അപ്പൊ തന്നെ നമ്മൾ ഇവരെ കൊണ്ട് ആശുപത്രിയിലേക്ക് റഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്വാഭാവികമായി ഭർത്താവിനെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സീതയുടെ ഭർത്താവിനെ. അപ്പോൾ പുള്ളിക്കാരനാണ് നേരത്തെ വാച്ചറായി ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് അല്ലേ? അതെ, ഫയർ വാച്ചറായിട്ട്, അതായത് ഈ ഫയർ സീസണിൽ നമ്മൾ ഇവരെ താൽക്കാലിക വാച്ചർമാരായിട്ട് വെക്കുമല്ലോ, അവരെ വെച്ചിരുന്നു. ഫയർ വാച്ചറായി താൽക്കാലികമായി നിയമിക്കുന്നതാണ്. അത് ആ കാടിന് പരിചയമുള്ളവരെ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത ആളാണ് ഈ ഭർത്താവ് ബിനു അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ വനത്തിനുള്ളിലെ രീതികളൊക്കെ കൃത്യമായി അറിയാവുന്ന ആൾ കൂടിയാണ് തീർച്ചയായിട്ടും. കാരണം ഞങ്ങളെല്ലാം ഫീൽഡിൽ പോകുമ്പോൾ ഇതുപോലുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ആനകളെ ഉള്ള സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതും അത് ഒഴിവാക്കി നമ്മൾ യാത്ര ചെയ്യുന്നതെല്ലാം ഇതേപോലെ കാട്ടിലെ പരിചയസമ്പന്നരായ ആദിവാസികളുടെ കൂടെ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് മറ്റൊരു സംശയത്തിന് നമുക്ക് ഇടവരുത്തി. കാരണം സ്ഥിരമായിട്ട് കാട്ടിൽ പോകുന്നതാണ് ഞങ്ങളുടെ ജീവനക്കാരോടൊപ്പം എല്ലാ സ്ഥലം കാട്ടിൽ പോകുന്നതാണ് ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ പല കാര്യങ്ങളിലും സംശയം ഉണ്ടായിരുന്നു. തീർച്ചയായും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ എൻ രാജേഷ്.